Welcome to Isha's Kitchen. ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്തത് ഞങ്ങളുടെ മോളുടെ മോനാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് സോസ് ചിക്കൻ പാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മക്രോണി വേവിക്കാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മക്രോണിയാണ് എടുക്കുന്നത്. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കുള്ളൂ. ഇനി നമുക്കൊരു 7-8 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും. മക്രോണി ഒരു 85% വേവിച്ചാൽ മതി കേട്ടോ. ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്, വേവൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കി അതിലിട്ടിട്ടും ഒന്നും കൂടി കുക്ക് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വെന്ത് അത് മക്രോണി ഷേപ്പൊക്കെ പോകും, പൊട്ടി പോവുള്ളൂ. നമ്മൾ വേവിച്ച മക്രോണിയൊക്കെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച മക്രോണി ഒന്ന് പച്ചവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി പാസ്തയിൽ ഇടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ ക്യാരറ്റ് പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കാണ്, വലിയ ക്യാപ്സിക്കാണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള അതും പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ കളറൊന്നും മാറണ്ട, ഒരു ഹാഫ് കുക്കായാൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വീറ്റ് കോൺ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് സ്വീറ്റ് കോൺ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വഴറ്റി ചെറുതായിട്ട് ആ മൈദേൻ്റെ ഒക്കെ ഒരു കളറൊന്ന് മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മൈദ കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചിക്കൻ സ്റ്റോക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ സോസൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, ഒരു പകുതിയിലും കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് 1 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്.
ഇനി വൈറ്റ് സോസിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചീസാണ് ചേർക്കാനുള്ളത്. ഞാൻ ചീസ് സ്ലൈസ് 2 എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഡിഷ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് മെയിൻ കോഴ്സായിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചീസ് സ്ലൈസ് 2 ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ഒരു ചൂട് തന്നെ ചീസ് മെൽറ്റ് ആയിക്കോളും. നമ്മൾ ഈ കുക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാസ്തൻ്റെ ആ ഒരു സോസിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി നല്ല കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും കുറച്ചിങ്ങനെ കട്ടി കൂടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് പാലൊഴിച്ചൊന്ന് ചൂടാക്കിയാൽ മതി. നമ്മൾ പാസ്തയിൽ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഒറിഗാനും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.